ഈ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാറിലേക്ക് തന്നെ പോകാം. നന്ദകുമാർ, ഇത് നിങ്ങളൊരു ക്ഷേത്ര ട്രസ്റ്റാണ്, പ്രത്യേകിച്ചും വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രം വളരെയധികം പാരമ്പര്യമുള്ള, വളരെയധികം വിശ്വാസ സമൂഹം ആരാധിക്കുന്ന മുത്തുമാരിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഉണ്ടായത്. എങ്ങനെ കാണുന്നു പോലീസിൻ്റെ ഈ നടപടിയെ? നന്ദകുമാർ. നമസ്കാരം. ഇത് പോലീസിൻ്റെ ഒരു മറ്റ് അക്രമ രാഷ്ട്രീയത്തിലോട്ട് പോകുന്ന വഴിയാണ് ക്ഷേത്രത്തിലും കാണിച്ചിട്ടുള്ളത്. പൂജ മുടങ്ങി, 2 നേരത്തെ പൂജയും മുടങ്ങി, നിവേദ്യം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് 5:45 പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കാക്കിയിട്ട പോലീസുകാർ അകത്ത് വരികയും അവരെ അരുൺ പോറ്റിയാണെന്ന് പറഞ്ഞിട്ടാണ് പുറത്തു കൊണ്ടുപോകുന്നത്. പുറത്ത് കൊണ്ട് ജീപ്പിൽ കയറ്റി വിലം കിച്ചു കൊണ്ടുപോകുന്നു. ഇതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഒരു ക്ഷേത്രത്തിലും ഇതുപോലത്തെ അക്രമ പോലീസ് ഇത് കാണിക്കരുത്. ഇത് അക്രമമാണ്. ഈ പോലീസ് കാണിച്ചത് ഈ ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രത്തിൽ എൻ്റെ കേട്ടറിവില്ലാത്ത ഒരിതാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് ഈ ഒരു അക്രമം പോലീസ് കാണിച്ചത്. ചോദിക്കാം, അവരെ ചോദ്യം ചെയ്യാൻ ട്രസ്റ്റ് മെമ്പർമാരെ പോലും അറിയിച്ചിട്ടില്ല. പോലീസ് അകത്ത് വന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെ വേണമെങ്കിലും വിളിച്ചാൽ ഉടനെ എത്തി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നട അടച്ചതിന് ശേഷം കൊണ്ടുപോകാം. അതിലൊന്നും നമുക്ക് തടസ്സമില്ല. ഇത് കാണിച്ചത് അനീതിയാണ്, അന്യായമാണ്. ഈ സമയത്ത് പോലീസ് അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് വലിയ കുറ്റവാളി എന്നുള്ള നിലയിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നോ? ക്ഷേത്ര ഭാരവാഹികൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അവിടുത്തെ വിശ്വാസികളുടെ പ്രതികരണം? ശ്രീ നന്ദകുമാർ. അവിടെ ക്ഷേത്ര ഭാരവാഹികളോ വിശ്വാസികളോ ആ പ്രദേശത്തില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളിയാഴ്ച ദിവസമാണ് വിശേഷ ദിവസമാണ്. അവിടെ തെളിപ്പുകാരി ഒരമ്മയും അതുപോലെ തന്നെ ഭക്തജനങ്ങളായ 5-6 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പോറ്റിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന പുറത്തുള്ളവരാണ് പുറത്ത് കൊണ്ടുപോകാൻ നേരത്താണ് മറ്റുള്ള നാട്ടുകാർ കണ്ടത്. അതിനുശേഷമാണ് ഞങ്ങൾ അറിയുകയും CA വിളിക്കുകയും അത് CA ആദ്യം ഫോൺ എടുക്കാതെ വരാൻ നേരത്താണ് ഞങ്ങൾ നേരിട്ട് 2-3 പ്രാവശ്യം വിളിക്കുകയും മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ചെയ്തത്. അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്താണ് ഈ അരുൺ പോറ്റിയെ ഒരു ചോദ്യവും ചെയ്യാതെ ഒരു പ്രൈവറ്റ് വാഹനത്തിലൊരു ASI ആണ് കൊണ്ടവിടെ ഇറക്കിയത്. ഈ രാത്രി വൈകി 8:30 വരെ ശ്രീ നന്ദകുമാർ കേൾക്കാമെങ്കിൽ, രാത്രി വൈകി 8:30 വരെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്നു, ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ പിടിച്ചിരുത്തുന്നു. വിശ്വാസികൾ എതിർത്തതിൻ്റെ പേരിൽ രാത്രി 8:30യോടുകൂടി ക്ഷേത്രത്തിൽ തിരികെ എത്തുന്നു. അത്രയും സമയം നട തുറന്നിരിക്കുന്നു. പിന്നീട് വന്നിട്ടാണോ അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണോ പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാക്കി നട അടച്ചത്? അതുവരെ ക്ഷേത്രത്തിൽ വിശ്വാസികൾ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കാത്തു നിന്നോ? അദ്ദേഹം എത്തുമെന്ന് കരുതിയോ? അദ്ദേഹം എത്തുമെന്നുള്ള ഉറപ്പോടെയാണ് ഞങ്ങളവിടെ കാത്തു നിൽക്കുകയും ആ 8:30ക്കാണ് ആ ക്ഷേത്ര നടയിക്കൊണ്ട് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ട് ഇറക്കുക. അതിനുശേഷമാണ് അദ്ദേഹം കുളി കഴിഞ്ഞ് ദീപാവധി കൊടുത്താണ് നടക്കേണ്ടി വന്നത്. അതിനുശേഷം ട്രസ്റ്റ് കമ്മിറ്റി അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടുകയും പോറ്റിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങിക്കുകയും ട്രസ്റ്റിൻ്റെ ലെറ്റർ പേഡിൽ തന്നെ ഫോർട്ട് ACPക്ക് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്ത് അവിടെ പോറ്റിയിൽ നിന്ന് മൊഴിയെടുക്കുകയുണ്ടായി. ഇന്നലെ രാത്രി വൈകിയായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളടുത്ത് ഫോർട്ട് കാണിച്ചത് കേസെടുക്കുക മാത്രമല്ല ഇവരെ പേരിൽ നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു വിശ്വാസമുണ്ട്. നടപടി എടുത്താൽ അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ഷേത്രത്തിലും ഇതുപോലത്തെ അക്രമമായ ഒരു വാഴ്ച ഇതൊന്നും ഒരു പോലീസിന് പറ്റിയതല്ല. ഒരു 9 വയസ്സായ കുട്ടിക്ക് ഒരു ഓർമ്മയുണ്ട്, അമ്പലത്തിൽ പൂജ ചെയ്തുകൊണ്ടെങ്കിൽ ആ നേരത്ത് യൂണിഫൈഡ് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറി പോറ്റിയെ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലും ഈ പോലീസുകാർക്ക് അത്രയ്ക്ക് ആൾതാമസം ഇല്ല എന്നാണ് നമ്മുടെ അറിവ്. ശ്രീ നന്ദകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങ്
ചില സമുദായ പ്രവർത്തകൻ കൂടിയാണല്ലോ, അതിൻ്റെ സംഘാടകൻ കൂടിയാണല്ലോ. നാട്ടിലുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും പോലീസിൻ്റെ നടപടിക്ക് വിധേയമാകുന്നതും. ആ ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം ഇദ്ദേഹം എത്താമെന്ന് പറഞ്ഞതുമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? അതെന്നാണ് മോഷണം നടന്നത്? അതിനിപ്പം 8 മണിയോടുകൂടി പൂജാരി വരുമ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും അങ്ങ് ശ്രീ നന്ദകുമാർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ആ ക്ഷേത്രത്തിലെ മോഷണവുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധമെന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ പൂജ നടത്തി എന്നുള്ളൊരു ബന്ധം മാത്രമാണോ, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹവും പോലീസിൻ്റെ സംശയദൃഷ്ടിയിലുള്ള ആളാണോ ഈ പൂജാരി? ഇന്നലെ അറിയാൻ സാധിച്ചത് ഇദ്ദേഹത്തിനെ ശംഖുമം AC-യുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്ത് വെള്ളിയാഴ്ചയുള്ള പൂജ കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ 10:30 ശംഖുമം AC-യുടെ മുമ്പേ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കവെയാണ് വൈകുന്നേരം 5:45 വന്ന് പോലീസ് അകത്ത് വന്ന് 5:45 പോലീസ് വന്ന് നമുക്ക് തിരികെ എത്താം.